നമുക്കിന്ന് പെട്ടെന്നൊരു നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടി അരിഞ്ഞ ചിക്കനാണ്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ചിക്കൻ കറി ആദ്യം വെക്കാം. നമുക്ക് നമ്മുടെ ചട്ടി ചൂടായതിലിട്ട് നമുക്ക് ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായി വന്നപ്പോൾ ഞാനത് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴറ്റി വരാനാണ്. നമുക്കിതൊരു നല്ല ബ്രൗൺ ആയി വരുന്ന വരെ വഴറ്റി കൊടുക്കാം. ഉള്ളി ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമുളക് മാറുന്ന വരെ നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഏകദേശം എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാൻ ഒരു 2 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ ഒരു വിസിൽ അടിച്ച് വെച്ചേക്കുന്നതാണ്. ഇതിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് അടിച്ചു വെച്ചതാണ്. ഇതിൻ്റെ വെള്ളം നമുക്ക് ഈ വഴറ്റി വെച്ചേക്കുന്നതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാതെ ഈ വെള്ളത്തിൽ ഇച്ചിരി നേരം ഇതൊന്ന് സെറ്റ് ആവട്ടെ. ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനാണെങ്കിൽ കുക്കറിൽ അടിക്കാൻ വെച്ചപ്പോൾ കുറച്ച് ഉപ്പ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തിളച്ച് വരുന്നത് നമുക്കിനി ചിക്കൻ ഇട്ട് കൊടുക്കാം. രണ്ട് കാലൊക്കെ ഒട്ടിന്ന് പൊളിക്കും. നോസ്റ്റ് ഓർമ്മയൊക്കെ വരുന്നു. ഞാൻ പണ്ട് പപ്പ ആർമിയിലായിരുന്നു. ആ ടൈമിൽ ഞങ്ങൾക്ക് വീക്കിലി ഞങ്ങൾക്ക് ചിക്കൻ കിട്ടും. അപ്പോൾ 2 കാല് കാണുമല്ലോ ചിക്കന്. അതിൻ്റെ അമ്മ ഞങ്ങൾക്ക് വറുത്ത് തരുമായിരുന്നു. എൻ്റെ അമ്മ ചിക്കനൊന്നും കൂട്ടത്തില്ല. അപ്പോൾ അതിൽ ഞാൻ വലിയ പീസ് നോക്കും. വലിയ കാല് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ എപ്പോഴും വഴക്കിടുമായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഓർമ്മ വരും. ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതവിടെ ഇരുന്ന് സെറ്റായിട്ട് ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. നമുക്ക് പെട്ടെന്ന് ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ. ചിക്കൻ അടുപ്പിലിരുന്ന് വേവുന്നുണ്ട്. നമുക്കിനി നെയ്ച്ചോറ് റെഡിയാക്കാം. ഇത് ബസ്മതി റൈസാണ്. ഇത് 2 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ കുതിർത്തി വെച്ചേക്കുവാണേ. കുക്കർ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യും കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാ സ്പൈസസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ക്യാരറ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ എൻ്റെ ഇല്ലാത്ത വേണ്ടതില്ല. ഏകദേശം ഇതായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുക്കും. അതിലേക്ക് ഇച്ചിരി കൂടെ നെയ്യ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് വഴറ്റാം. നമുക്കിനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങാ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. ഞാൻ 2 ഗ്ലാസ് റൈസ് എടുത്തേക്കുന്നത്. നമുക്കതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിൽ അടിച്ചെടുക്കണം. നമുക്കിനി ഇത് അടച്ചു വെച്ച് 2 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയും കാഷ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ്. സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ.